16-ാം ദിവസം. കർത്താവിൻ്റെ പ്രേക്ഷിതൻ കർമ്മനിരതനാണ്. ജെറുസലത്ത് തിരികെ എത്തിയ തോമാശ്ലീഹ മാതാവിൻ്റെ സ്വർഗാരോപണത്തിന് സാക്ഷിയായി. ജെറൂസലേം സൂനഹദോസിൽ സംബന്ധിച്ചു. അതിനുശേഷം തൻ്റെ 2ാം ഭാരതയാത്രയ്ക്കായി പുറപ്പെട്ടു. ഇത്തവണ കേരള തീരങ്ങളായിരുന്നു ലക്ഷ്യം. കേരളത്തിലേക്ക് യാത്രയായ ഒരു കപ്പലിൽ അദ്ദേഹം കയറി. ഏതാനും മാസങ്ങൾക്ക് ശേഷം കപ്പൽ സൊക്കോത്ര ദ്വീപിൽ എത്തിച്ചേർന്നു. മറ്റ് യാത്രക്കാരോടൊപ്പം ശ്ലീഹായും അവിടെ ഇറങ്ങി. അവിടെ തങ്ങിയ കാലം സുവിശേഷ പ്രഘോഷണത്തിനായി വിനിയോഗിക്കുകയും ചെയ്തു. വിചിന്തനം. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷം അറിയിക്കാനുള്ള ആഹ്വാനമാണ് ഈശോ ശിഷ്യന്മാർക്ക് നൽകിയത്. അന്നറിയപ്പെട്ടിരുന്ന ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷം അറിയിക്കുവാനുള്ള ദൗത്യവുമായാണ് തോമാശ്ലീഹ ഇന്ത്യയിൽ വന്നത്. എന്നാൽ അപ്രതീക്ഷിതമായുണ്ടായ രാഷ്ട്രീയ കാരണങ്ങളാൽ അദ്ദേഹത്തിന് ഇന്ത്യ വിട്ടു പോകേണ്ടി വന്നു. തൽക്കാലം ഇന്ത്യയോട് വിട പറയേണ്ടി വന്നുവെങ്കിലും തൻ്റെ ദൗത്യത്തിൽ നിന്നും പിന്മാറുവാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ജെറുസലേം നഗരത്തിൽ വിശ്രമിക്കുവാനും അദ്ദേഹം കൂട്ടാക്കിയില്ല. വലിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു, ഇനി വിശ്രമിക്കാം എന്ന് കരുതാമായിരുന്നു. എന്നാൽ അടുത്ത ഭാരതയാത്രയ്ക്കായി ഇറങ്ങിപ്പുറപ്പെടുകയായിരുന്നു അദ്ദേഹം. ഇത്തവണ ലക്ഷ്യം ദക്ഷിണേന്ത്യയായിരുന്നു. ഈ യാത്രാമധ്യേയാണ് അദ്ദേഹം സൊക്കോത്രയിൽ ഇറങ്ങുന്നതും സുവിശേഷം പ്രസംഗിക്കുന്നതും. ഇന്നത്തെ ദക്ഷിണ യമനാണ് അന്ന് സൊക്കോത്ര എന്നറിയപ്പെട്ടിരുന്ന ദ്വീപ്. അക്കാലത്ത് ഇന്ത്യയിലേക്ക് വന്നിരുന്ന കപ്പലുകളെല്ലാം തന്നെ ഈ ദ്വീപിൽ വിശ്രമിച്ചതിന് ശേഷമാണ് യാത്ര തുടർന്നിരുന്നത്. ദ്വീപിൽ നങ്കൂരമിട്ട് കിടക്കുന്ന സമയം യാത്രക്കാർക്ക് ദ്വീപ് സന്ദർശിക്കുവാനുള്ള അവസരം ലഭിച്ചിരുന്നു. കച്ചവടക്കാർ കൂടുതൽ കാലം അവിടെ തങ്ങി ഇന്ത്യയിലേക്കുള്ള അടുത്ത കപ്പലിൽ യാത്ര തുടരുന്ന പതിവുമുണ്ടായിരുന്നു. ഇപ്രകാരം തോമാശ്ലീഹായും സൊക്കോത്രയിൽ കുറച്ചു കാലം തങ്ങി അവിടെ സുവിശേഷം അറിയിച്ചു. സൊക്കോത്ര ദ്വീപ് അക്കാലത്ത് വാണിജ്യപരമായി വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ അവിടെ വസിച്ചിരുന്നു. അവരോടാണ് തോമാശ്ലീഹ സുവിശേഷം പ്രസംഗിച്ചത്. സൊക്കോത്രയിൽ വളരെ പുരാതനമായൊരു ക്രൈസ്തവ സമൂഹം നിലനിന്നിരുന്നു എന്നതിന് ധാരാളം തെളിവുകൾ ലഭ്യമാണ്. 16-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിസ് സേവ്യർ അവിടെ എത്തുമ്പോഴും തോമാശ്ലീഹായുടെ നാമം പേറുന്ന ഒരു ക്രൈസ്തവ സമൂഹം അവിടെ ഉണ്ടായിരുന്നു. ദൈവം നമ്മെ ഭരമേൽപ്പിക്കുന്ന ദൗത്യം അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുവാനുള്ള കടമ നമുക്കുണ്ട്. ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ ലഭിക്കുന്ന ഒരവസരവും നാം പാഴാക്കി കളയരുത്. എപ്പോഴും എവിടെയും അതിനുള്ള അവസരങ്ങൾ ധാരാളമായി ലഭിക്കും. ചിലപ്പോൾ ചില അവസരങ്ങൾ നാം അറിയാതെ തന്നെ ലഭിച്ചുവെന്ന് വരാം. അത്തരം അവസരങ്ങൾ ദൈവം തരുന്നതാണെന്നുള്ള ബോധ്യത്തിൽ അവ ഏറ്റെടുക്കുവാനും നമ്മളാൽ കഴിയുന്ന രീതിയിൽ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുവാനും നമുക്ക് സാധിക്കട്ടെ.